ഇതാണ്ട മണിക്കുട്ടി ഹോസ്പിറ്റലിലെത്തി. ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, നല്ല ഹോസ്പിറ്റലാണ്. മണിക്കുട്ടി പേടിക്കണ്ട, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മുത്തശ്ശിയുടെ അടുത്ത് ഓടിപ്പോണം. മുത്തശ്ശിയുടെ അടുത്ത് ഒരാളെ ഇരുത്തിയിട്ടാണ് ഈ മുത്തശ്ശിയെ കൊണ്ടുവന്നത്. ഇവിടെ ഇപ്പോൾ ഒരാൾ വന്ന് തൊട്ടപ്പോൾ അവരെ മുറിവി സൗണ്ട് ഉണ്ടാക്കി. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിലാണ്, കുറച്ച് കഴിയുമെന്ന് പറഞ്ഞു. ചേച്ചിയെ നോക്കണില്ല, പിണക്കം. നീ എങ്ങനെ അതിൻ്റെ അകത്ത് കയറിയിരിക്കണമെന്ന്? അതല്ലേ ആൾക്കാർ എന്നെ വഴക്ക് പറയണേ, കരി എഴുതണേന്, കൺമഷി എഴുതണ്ടെന്ന്. നിന്നെ കാണണ്ടാന്ന് നോക്ക് നോക്ക്. അവർക്ക് ഫുഡ് കഴിക്കാൻ സമയമായിരുന്നു, വീട്ടിൽ പോണില്ലേ എന്നാണ് ചോദിക്കുന്നത്. മണിക്കുട്ടിക്ക് 3 ടെസ്റ്റ് ചെയ്യണമെന്ന്. ഗ്ലൂക്കോസും ഒരു ഇഞ്ചക്ഷൻ ഞരമ്പി തരാൻ കൊടുക്കണം. 13, 14 അതിനകത്തേക്ക് പോകും. 12-13 വയസ്സുണ്ട്. കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ ടെസ്റ്റ് ചെയ്യണം. ഷുഗറുണ്ട്. ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഇവിടെയും പറയുന്നത് ഇവളുടെ പ്രായത്തിൻ്റെ കുഴപ്പമൊന്നാണ്. ഇതാണ് പെറ്റ്സ് ഹോസ്പിറ്റൽ. അവള് പുറത്ത് വരാൻ വേണ്ടി നോക്കണം. ₹170 credited to Canara bank account. മണിക്കുട്ടിയെ കൊണ്ട് വീട്ടിൽ പോകണം. ഏജ് ആയതിൻ്റെ പ്രശ്നം തന്നെ. മെഡിസിനൊക്കെ തന്നു. 1750 രൂപ. വീട്ടിൽ പോവാം ഉണ്ടായിരുന്നോ? അവളെ കാണിച്ച് 2-3 മരുന്നൊക്കെ തന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഫോസ്ഫറസ് കൂടുതലെന്ന്. വയസ്സായതിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും കുഴപ്പമില്ല. അത് പിന്നെ ഫോസ്ഫറസിൻ്റെ കൂടെ അതിൻ്റെയൊക്കെ മരുന്ന് തന്നു. എല്ലാം കൂടെ 1800 രൂപയായി. കുഴപ്പമില്ല. വേണ്ട എൻ്റെ മണിയിൽ പൈസ ചെയ്യണം.
ഇത് ഞങ്ങൾ വല്ലപ്പോഴും വരുന്ന ഒരു ഹോസ്പിറ്റലാണ് അമണാകുഴി. ഇതും കഴിഞ്ഞിട്ടാണ് ഇവള് ഒളിച്ചോടി പോയത്. ഇതായിരിപ്പുണ്ട്. ഇത് ഡ്രൈവ് ചെയ്യാൻ പോണവള്. വൈഫ് അടുത്ത് വീടെത്തി മണിക്കുട്ടി, ഇറങ്ങി വാ. പോ വീട്ടിൽ പോ, വീട്ടിൽ പോ. അപ്പം തക്കുടുവിനെ എടുത്ത്. അവന് വിശക്കുന്നെന്നാണ് അവൻ പറയണത്.